മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഏഞ്ചൽസ് ആർമിയുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്വർഗീയ വിരുന്ന് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ജോർജേട്ടൻ തന്നെയാണ്. ജോർജേട്ടൻ സ്നേഹപൂർവ്വം മധുരമൊഴി എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മോടൊപ്പം ഉള്ള കുടുംബം നമ്മുടെ പ്രിയപ്പെട്ട മാട്ടിൻചേട്ടൻ മേരിച്ചിച്ചിയുമാണ്. സ്നേഹപൂർവ്വം മാട്ടിൻചേട്ടൻ മേരിച്ചിച്ചിയും എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പട്ടം കഴിഞ്ഞ് ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് ഇടവപ്പള്ളിയിലായിരുന്നു എൻ്റെ കൊച്ചച്ഛനായിട്ട്, വലിയൊരു ഇടവപ്പള്ളിയിൽ. അവിടെ വെച്ചുണ്ടായ ഒരു വളരെ എൻ്റെ മനസ്സിനെ പിടിച്ചുലച്ച ഒരു അനുഭവത്തിൽ തുടങ്ങാം. വികാരിയച്ഛൻ അവിടെ വരുന്ന ഒത്തിരി വിവാഹപരമായ കേസുകൾ, എന്തെങ്കിലും ബന്ധത്തിൽ പ്രശ്നങ്ങളോ കൗൺസിലിങ്ങൊക്കെ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് കൊച്ചച്ഛന്മാരാണ് ആദ്യം ഏൽപ്പിച്ചിരുന്നത്. നമ്മളെ കൊണ്ട് പരിഹരിക്കാവുന്നതാണെങ്കിൽ നമ്മൾ പരിഹരിച്ചു വിടുക, അല്ലെങ്കിൽ മാത്രം വികാരിയച്ഛനെ കാണുക. അങ്ങനെ ഒരു ദിവസം രാവിലെ വികാരിയച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജെറിനെ വളരെ ചെറുപ്പക്കാരായ ദമ്പതികളാണ്, അതുകൊണ്ട് ജെറിനെ ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റുമായിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ്, അപ്പോൾ ഞാൻ വളരെ പ്രാർത്ഥിച്ചൊരുങ്ങി, കൗൺസിലറൊക്കെ ആണല്ലോ, നമ്മൾ പ്രൊഫഷണലൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും സംസാരിക്കാൻ പ്രാർത്ഥിച്ചൊരുങ്ങി പോവുകയാണ്. അപ്പോൾ ചെറുക്കനും പെണ്ണും അല്ല വന്നേക്കുന്നത്, ചെറുക്കൻ്റെ അപ്പനും ചെറുക്കനും കൂടെ വന്നേക്കുന്നത്. അവർക്ക് വിവാഹമോചനം വേണമെന്ന് പറഞ്ഞാൽ വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ അപ്പനെ പുറത്തിരുത്തിട്ട് ചെറുക്കനെ സംസാരിച്ചു. ഏകദേശം എൻ്റെയൊക്കെ പ്രായം തന്നെയുള്ളവന്. അപ്പോൾ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വിവാഹമോചനത്തിൽ ഒന്നും ഞാൻ കണ്ടില്ല. ഞാൻ പറഞ്ഞു, നീ പോയിട്ട് ഭാര്യയും കൂട്ടിക്കൊണ്ടൊരു ദിവസം വരാൻ പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ അവന് പെട്ടെന്ന് വിവാഹമോചനം വേണം. അവിടെ പിറ്റേ ദിവസം തന്നെ ഭാര്യയും കൂട്ടിക്കൊണ്ട് വന്നു. അപ്പോൾ രണ്ടുപേരെ ഞാൻ സെപ്പറേറ്റ് കണ്ട് സംസാരിച്ചു. എനിക്ക് വിവാഹമോചനം ചോദിക്കാൻ വേണ്ടി മാത്രം ഒരു പ്രശ്നം തോന്നുന്നില്ല. ഇവരുടെ പ്രശ്നങ്ങളൊക്കെ കേട്ടു, പക്ഷെ ഇവർക്ക് ഇതെല്ലാം വലിയ പ്രശ്നങ്ങളുമാണ്. അപ്പോൾ അത് ഇവർ തമ്മിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് വിവാഹമോചനം വേണമെന്ന് പറഞ്ഞ് ഇവർ കയ്യെ കൊടുത്ത് വർത്താനം പറഞ്ഞു. രണ്ടുപേരെ കണ്ട് ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ രണ്ടും ഒരുമിച്ച് തിരിച്ച് ബൈക്കിൽ കയറി പോവുകയും ചെയ്തു. ഇവർക്ക് എന്ത് വിവാഹമോചനം? അപ്പോൾ ഞാൻ വൈകുന്നേരം ഇപ്പോൾ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഒരാളെ രണ്ടുപേരുടെയും പേരൻസിനോട് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. രണ്ടുപേരുടെയും പേരൻസിനെ. അപ്പോൾ ഇവരെല്ലാം അടുത്തൊക്കെ തന്നെ താമസിക്കുന്നവരാണ്, ഒരു ഏകദേശം 2 ഗ്രാമത്തിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ പിറ്റേ ദിവസം രണ്ടുപേരുടെയും പേരൻസ് ഒരുമിച്ച് വന്നു. ഏകദേശം ഒരു 3-6 പേരുണ്ടല്ലോ. അപ്പോൾ ഞാനൊരു വലിയൊരു കോൺഫറൻസ് കോളിൽ കൊണ്ടിരുത്തി ഇവരോട് സംസാരിക്കുകയാണ്. സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് ചെറുക്കൻ്റെ അമ്മ എഴുന്നേറ്റ് നിന്ന് അച്ഛനോടുള്ള ഓവറായിട്ട് ചിന്തിക്കുകയും ചെയ്യാതെ ഭയങ്കര ഹാർഷായിട്ട് പെണ്ണിൻ്റെ വീട്ടുകാരെയും ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുന്നു. അപ്പോൾ അത് കണ്ടിട്ട് പെണ്ണിൻ്റെ അമ്മയും അത്യാവശ്യം നമുക്കുള്ള സകല ബഹുമാനവും കാണിച്ചുകൊണ്ട് അതിനെ കുറച്ച് പൊട്ടിത്തെറികൾ തിരിച്ചു കൊടുക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്ന് പെട്ടെന്ന് തന്നെ വിധി പ്രഖ്യാപിച്ചു. പ്രശ്നം മക്കൾ തമ്മിലൊന്നുമില്ല, പ്രശ്നം വീട്ടുകാർ തമ്മിലേ ഉള്ളൂ. അതുകൊണ്ട് വിവാഹമോചനമൊന്നും വേണ്ട, തൽക്കാലം വീട്ടുകാർ തമ്മിൽ മോചനം ഇവർക്ക് കൊടുത്താൽ മതി. എനിക്ക് ഇതാണ് ഇന്നത്തെ മധുരമൊഴിയിലെ സംസാര വിഷയം. മക്കൾക്ക് എങ്ങനെ മോചനം കൊടുക്കാം? മക്കളുടെ വിവാഹ ജീവിതത്തിൽ, വിവാഹത്തിന് ശേഷം മാതാപിതാക്കൾ എത്രമാത്രം ഇടപെടണം? വളരെ ക്രൂഷ്യലായ വിഷയം തന്നെയാണ്. ഒത്തിരി വിവാഹമോചനങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും ഈ കാലഘട്ടത്തിൽ നയിക്കപ്പെടുന്ന വിഷയം തന്നെയാണ്. ഈ കപ്പിൾസിന് ഇന്ന് നമ്മോടൊപ്പം ഇരിക്കുന്ന മാട്ടിൻചേട്ടനും മേരിച്ചിക്കും ഇത് പറയാൻ നല്ലൊരു ഉറപ്പ് കിട്ടേണ്ട ആൾക്കാരാണ്. കാരണം ഇവരുടെ മക്കളാരും വിവാഹം കഴിച്ചിട്ടില്ല, പക്ഷേ ഇവർ വിവാഹം കഴിച്ച് വന്നാൽ ഇവരുടെ രണ്ടുപേരുടെ മാതാപിതാക്കൾ ഇപ്പോഴും നല്ല ആക്റ്റീവാണ്, ഇവരുടെ കുടുംബത്തിൽ തന്നെ ഇൻവോൾവ് ചെയ്യുന്നവരുമാണ്. മോർ ദാൻ ദാറ്റ്, ഈ ഇതുവരെ ഉണ്ടായിരുന്ന മധുരമൊഴി സകല എപ്പിസോഡുകളുടെയും കോർഡിനേറ്റർ മാട്ടിൻചേട്ടനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി കുടുംബങ്ങളായിട്ട് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ മേരിച്ചിയാണ് ഏഞ്ചൽസ് ആർമിയുടെ കൗൺസിലിംഗ് വിങ് ഉണ്ട്, ഫോണിങ് കൗൺസിലിംഗ്. അത് മുഴുവൻ എല്ലാ ദിവസവും ഇതുപോലുള്ള കേസുകൾ ഒത്തിരി കിട്ടുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കാണും. നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങാം. പറഞ്ഞു തുടങ്ങിക്കോളൂ. അച്ഛാ, എനിക്ക് തോന്നിയേക്കുന്ന ഒരു കാര്യം, വിവാഹത്തിൻ്റെ ആ ഒരു ഫോർമേഷൻ കിട്ടേണ്ടത് കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. വിവാഹത്തിന് മുൻപാണ് വിവാഹത്തിന് വേണ്ടുന്ന, കുടുംബജീവിതത്തിന് വേണ്ടുന്ന ഫോർമേഷൻ മൊത്തം കിട്ടേണ്ടത്. വിവാഹം കഴിഞ്ഞിട്ടല്ല കൊടുക്കേണ്ടത്, വിവാഹത്തിന് മുമ്പ് കൊടുത്തു വിടണമെന്നാണ് ചേച്ചി പറഞ്ഞു വരുന്നത്. ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നമ്മളുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ എല്ലാവരും ആൺകുട്ടിയും പെൺകുട്ടിയും ഒരേപോലെ പഠിച്ചു വരുന്നു. നമ്മൾക്ക് കരിയർ ഓറിയൻറ്റഡ് ആയിട്ടാണല്ലോ നമ്മളിപ്പം മിക്കവാറും സ്കൂളിങ്ങും എല്ലാ കാര്യങ്ങളും പോകുന്നത്, എഡ്യൂക്കേഷൻ സിസ്റ്റം എല്ലാം. അപ്പം രണ്ടുപേരും ഒരേപോലെ വളർന്നു വരുന്നു. അപ്പം ഒരു ഹസ്ബൻഡാകുക, വൈഫാകുക, അല്ലെങ്കിൽ അമ്മയാകുക, അപ്പനാകുക, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് നമ്മൾ പാരൻസിൻ്റെ ഒപ്പമാണെങ്കിൽ മകനും മകളും എല്ലാം ഒരുമിച്ച് നമ്മളിങ്ങനെ ഓരോ സ്റ്റേജസിലൂടെ പോകുമല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമ്മളുടെ കുടുംബത്തിൽ നിന്ന് നമുക്ക് പറ്റുള്ളൂ. നമ്മളുടെ ഈ ഒരു സിസ്റ്റത്തിൽ രണ്ടുപേരും ഒരേപോലെ വളർന്നു വരുന്നു, എല്ലാ കാര്യങ്ങളും ഒരേപോലെ ചെയ്യുന്നു എല്ലാം. പക്ഷേ സ്ത്രീയും പുരുഷനും ഡിഫറെൻ്റ് ആയതുകൊണ്ടും രണ്ടുപേരുടെയും വിളി വ്യത്യാസമായതുകൊണ്ട് ഒരു കുടുംബജീവിതത്തിൽ രണ്ടുപേരും കുടുംബത്തിൽ നിന്ന് അപ്പനെ കണ്ടോ അമ്മയെ കണ്ടോ അതിലുപരി
കുടുംബത്തിൽ നിന്നാണ് അവർക്ക് എല്ലാ ട്രെയിനിങ്ങും കിട്ടേണ്ടത്. കല്യാണത്തിന് മുമ്പ് തന്നെ ഈ ട്രെയിനിങ് കൊടുത്തു വിടണം, കല്യാണം കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കാൻ പോകണമെന്നാണ് ചേച്ചി പറഞ്ഞു വരുന്നത്. അവരുടെ റോള് മനസ്സിലാക്കാനായിട്ടുള്ള അല്ലേ. ജോർജ് ചേട്ടനിലേക്ക് പോവാം. ജോർജ് ചേട്ടാ, ഈ ഒരു മേഖല ജോർജ് ചേട്ടൻ എങ്ങനെ? ജോർജ് ഒത്തിരി നാൾ കൗൺസിലിങ്ങിലും ധ്യാനത്തിലും ഒക്കെ ഉണ്ടായിരുന്നതാണല്ലോ. ഞാൻ കൗൺസിലിങ്ങും ധ്യാനത്തിനും പോയതിനേക്കാൾ കൂടുതലായിട്ട് ഞാനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നു. എനിക്ക് ആ ക്ലാസ്സിലെ കിട്ടിയ ഒരു പുതിയ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ വളരെ ഏറ്റവും പഞ്ചോടുകൂടി കേട്ട ഒരാശയം. എന്തിൻ്റെ ക്ലാസ് ആയിരുന്നു അത്? ക്ലാസ് ഇത് പ്രീ മാരേജ് കോഴ്സ്. എൻ്റെ പ്രീ മാരേജ് കോഴ്സല്ല, എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ അവസാനത്തെ ദിവസം മാതാപിതാക്കളെ, വന്നിരിക്കുന്ന ആളുകളുടെ എല്ലാം മാതാപിതാക്കൾ, അപ്പം ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും എല്ലാം മാതാപിതാക്കൾ എല്ലാം കൂടെ വരുവാൻ, ഞങ്ങളെല്ലാം ഒരു 10-50 പേരുണ്ടായിരുന്നു തോന്നുന്നു. ആണുങ്ങളുടെ മാതാപിതാക്കളോട് അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് അച്ഛൻ ക്ലാസ് എടുക്കുക, ക്ലാസ് ഒരുമിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഓരോരുത്തരോട് പ്രത്യേകം പറയാം. അപ്പോൾ ആണുങ്ങളുടെ മാതാപിതാക്കളോട് പറഞ്ഞ കാര്യമാണ്, ഇവരുടെ വിവാഹമൊക്കെ ഇപ്പോൾ അടുത്ത് തന്നെ കഴിയും. വിവാഹം കഴിഞ്ഞ് അവർ ഒരുമിച്ച് ആദ്യത്തെ കുറേ കാലം നമ്മൾ മധുവിധുകാലം എന്നൊക്കെയാണ് പറയുന്നത്. ആ കാലത്ത് അവർ കുറേ സിനിമയ്ക്ക് പോകുന്നു, അവിടെ ട്രിപ്പിന് പോകുന്നു, അങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു. ഇതൊക്കെ പോകാൻ ഇറങ്ങുന്നതിന് മുമ്പേ അവർ നിങ്ങളോട് വന്ന് വിളിക്കും, അമ്മേ ഞങ്ങൾ സിനിമയ്ക്ക് പോവുക, അമ്മയും കൂടെ വാ, അല്ലെ ചാച്ചനും കൂടെ വാ എന്ന് പറയും. ഉടനെ തന്നെ സാരി എടുത്തുകൊടുത്ത് അല്ലെങ്കിൽ ഷർട്ടും എടുത്തിട്ട് ഇവരുടെ പുറകെ അങ്ങ് പോകരുത്. നിങ്ങൾ അതിൻ്റെ അർത്ഥം ഒന്നും മനസ്സിലാക്കണം. അവർ പറഞ്ഞതിന് അർത്ഥം ഇത്രയേ ഉള്ളൂ, അമ്മേ ഞങ്ങൾ സിനിമയ്ക്ക് പോവുക, ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, നിങ്ങൾ വരുന്നില്ലല്ലോ, നിങ്ങളത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. എന്നിട്ട് ഇങ്ങനെ മറുപടി പറയണം, നിങ്ങൾ പോകും, ഞങ്ങൾക്ക് ഇപ്പോൾ അങ്ങോട്ട് വരാൻ നേരമുണ്ട്, ഇവിടെ 100 കൂട്ടം കാര്യങ്ങൾ കിടക്കുന്നു എന്ന് പറഞ്ഞ് അവരെ യാത്രയാക്കണം. അല്ലാതെ ചാടി ഇറങ്ങി പുറപ്പെടരുത്. അപ്പം നിങ്ങൾ ചോദിക്കും, അവർ ശരിക്കും ജെനുവിനായിട്ടും വരണമെന്ന് വിചാരിച്ച് വിളിച്ചതാണെങ്കിലോ എന്ന് ചോദിക്കുന്നൊരു ഞങ്ങൾ അങ്ങനെയുണ്ടേ അവർ പറയും, 5 ടിക്കറ്റ് എടുത്തിട്ടുണ്ടല്ലേ, 6 ടിക്കറ്റ്. വളരെ പ്രാക്ടിക്കലാണ് കാര്യം. അപ്പം എനിക്ക് തോന്നുന്നു ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് ഞാൻ ഇപ്പം സിനിമയ്ക്ക് പോകുന്ന കാര്യം എന്നുള്ളത് കൊണ്ടല്ല, അവരെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കുക. അറ്റ്ലീസ്റ്റ് അവരൊരു കുടുംബം ഉണ്ടാക്കട്ടെ, അവർ തമ്മിലൊന്ന് പരിചയപ്പെടട്ടെ, അവരൊന്നിരുന്ന് അവരുടെ കുടുംബം എങ്ങനെയാണെന്ന് അവരൊന്ന് ശാന്തമായിട്ട് ചിന്തിക്കട്ടെ, അവർ തമ്മിലൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യട്ടെ, അവർ തമ്മിലൊന്ന് മനസ്സിലാക്കട്ടെ. ഇതിനെല്ലാം ഇടയ്ക്ക് രാവിലെ എന്ന അടി ഉണ്ടാക്കിയേ, ഇഡ്ഡലി ആയിരുന്നോ, ഇഡ്ഡലിക്ക് സാമ്പാറായിരുന്നോ, ചമ്മന്തി ആയിരുന്നോ, ഇതും ചോദിച്ചുകൊണ്ട് പോയിട്ട് എന്താ നേടാനിരിക്കുന്നത്? അതെനിക്ക് തോന്നുന്നു മേരി പറഞ്ഞു വന്ന കാര്യം അതായിരിക്കും. ആദ്യം പറഞ്ഞ ഭാഗത്തോട് ഞാൻ ഒന്ന് യോജിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഒരു മധ്യവയസ്കരെത്തിയ, ഏകദേശം ഇവരുടെയൊക്കെ പ്രായത്തേക്കാൾ മൂത്തെത്തിയ ഒരു ചേച്ചി എന്നോട് പറഞ്ഞാണ്, അച്ഛാ കല്യാണമൊക്കെ നമ്മൾ ഇങ്ങനെ ഈ പ്രോഗ്രാം നടത്തുന്നുണ്ടെന്ന് ചേച്ചി പറഞ്ഞാണ്, അച്ഛാ നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ. എന്തെന്നറിയാമോ, ആദ്യം നിങ്ങൾ ക്ലാസ് കൊടുക്കേണ്ടത് ഈ ദമ്പതികൾക്കൊന്നും അല്ല, നിങ്ങൾ കുറച്ച് ഈ അപ്പാപ്പന്മാർക്ക്, അമ്മമാർക്ക്, ആർദവന്മാർക്ക് നിങ്ങൾ കുറച്ച് ക്ലാസ്സുകളൊക്കെ അറേഞ്ച് കൊടുക്കണം. അവരാണ് ഈ കാര്യങ്ങളൊക്കെ അറിയേണ്ടത്. നിങ്ങൾ ഈ കല്യാണം കഴിഞ്ഞവർക്കും യുവദമ്പതികൾക്കും 5 വർഷം കഴിഞ്ഞവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കും. അതിനു മുമ്പ് നിങ്ങൾ ആദ്യം ക്ലാസ് ഈ അപ്പാപ്പ അമ്മ അവർക്കാണ് പ്രശ്നമെന്ന്. ദയവ് ചെയ്ത് ഇവിടെ ഇരിക്കുന്ന എല്ലാ അപ്പാപ്പന്മാർക്കും അമ്മമാർക്കും പ്രശ്നമെന്ന് അല്ല ഉദ്ദേശിച്ചത്. പക്ഷേ ചില പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ എന്നിട്ട് അതിൻ്റെ തുടരുകയാണ്. അച്ഛാ നിങ്ങൾ പറയണം, പറഞ്ഞിട്ട് എക്സ്ട്രീമിലാണ് പറഞ്ഞത്, കല്യാണം കഴിയുമ്പോൾ അവരൊക്കെ വെറുതെ വിടാൻ പറയണം. അറ്റ്ലീസ്റ്റ് കുറേ നാളത്തെങ്കിലും അവർ ഒറ്റക്കൊക്കെ താമസിക്കട്ടെ. ആദ്യം ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരൊന്ന് സ്നേഹിക്കട്ടെ. എന്നിട്ട് മതി ഈ പെണ്ണ് ചെറുക്കൻ്റെ അപ്പനെ സ്നേഹിക്കലും ചെറുക്കൻ പെണ്ണിൻ്റെ അപ്പനമ്മനെ സ്നേഹിക്കലൊക്കെ. ആദ്യം അവർ തമ്മിൽ കുറച്ചാൾ ഒരുമിച്ച് ജീവിച്ച് അവരെന്താണെന്നൊക്കെ അറിഞ്ഞ്, എനിക്ക് വളരെ പ്രാക്ടിക്കൽ പ്രൊപ്പോസലായിട്ട് തോന്നി. നമ്മുടെ നാട്ടിൽ അത്ര പ്രാക്ടീസ് ചെയ്യാൻ ഇച്ചിരി പാടാണ്. നിങ്ങൾ എന്ത് പറയുന്നു അതിനെപ്പറ്റി? അച്ഛനേതായാലും ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അത് വ്യക്തമാക്കിയത് നന്നായി. കാരണം ഞാൻ തന്നെ ഇങ്ങനെ ഈ പ്രേക്ഷകർ എങ്ങനെ ഞങ്ങൾ ഈ സീറ്റിലിരിക്കണത് എങ്ങനെ കാണും എന്നുള്ള, കാരണം ഞങ്ങളുടെ മക്കൾ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ഏതായാലും ആ ഇൻട്രൊഡക്ഷൻ ഏതായാലും നന്നായി. പല കോൾസ് വരുന്നത് അപ്പം നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ കേട്ട് കഴിയുമ്പോഴത്തേക്കും ശരിക്കും ഈ ആ പ്രശ്നം സോൾവ് ചെയ്യുന്നതിനേക്കാൾ ഉപരി ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ചെറുക്കൻ്റെയോ പെണ്ണിൻ്റെയോ അപ്പനും അമ്മയും കൂടി ചെയ്യുന്നത് അവരെ ന്യായീകരിക്കുകയും മറ്റേ സൈഡിൽ തെറ്റുണ്ടെന്ന് കാണിക്കാനായിട്ടുള്ളൊരു ശ്രമം നടത്തുകയാണ്, പർവ്വതീകരിക്കുകയാണ്. അപ്പം ശരിക്കും ഇവർ ഈ പ്രശ്നങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഒന്ന് സംസാരിച്ച് തീരാവുന്ന പ്രശ്നമുള്ളൂ. പക്ഷേ ഈ കമ്മ്യൂണിക്കേഷൻ, ഈ പാരൻസും ആ മകളോ അല്ലെങ്കിൽ മകനോ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ വരുന്ന പ്രശ്നം കൊണ്ടാണ് ഇത്രയും പർവ്വതീകരിച്ച് ഈ പ്രശ്നം ഡൈവേഴ്സിൻ്റെ വക്കിൽ വരെ എത്തുന്നത്. ഇപ്പം ഈ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാൻ തന്നെ കാരണം, ഈ കഴിഞ്ഞ ദിവസം ഒരാൾ, നിങ്ങൾ ഈ പാരൻറ്റിങ് പ്രോഗ്രാം ചെയ്യുന്നതല്ലേ, അപ്പം നിങ്ങൾ ഈ ഒരു ടോപ്പിക്കും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്തുകൂടെ? കാരണം കുറേ കേസുകൾ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു പ്രത്യേകിച്ച് ന്യൂക്ലിയർ ഫാമിലിയുടെ ഒരു പ്രൊഡക്റ്റും കൂടിയാണ് ഈ ഒരു സംഭവം, ഈ പ്രശ്നം.
കാരണം ഒറ്റ മോളേ ഉള്ളൂ, നീ ഇങ്ങോട്ട് പോരടി, കുഴപ്പമില്ല, എൻ്റെ മോളെ കഷ്ടപ്പെട്ട നീ വീട്ടിലേക്ക് പോന്നോ, കാരണം നീ അങ്ങനെ സഹിച്ചു കഴിയേണ്ട കാര്യമൊന്നുമില്ല, നിന്നെ അതിനു വേണ്ടി അല്ല അങ്ങനെ സഹിക്കാനായിട്ട് അല്ല കെട്ടിച്ചു വിട്ടേ. അല്ല, ഞാനൊരു പോയിന്റ് ഓഫ് ടൈമിൽ ഞാൻ ഇങ്ങനെ അവർ ചോദിക്കേണ്ടത്, എന്നാൽ പിന്നെ നിങ്ങൾ എന്തിനാ കെട്ടിച്ചു വിട്ടെ? അവർ പറഞ്ഞ വാക്കിതാണ്, ഞങ്ങളുടെ മോള് വേറൊരിടത്ത് പോയി എന്നാൽ കഷ്ടപ്പെടേണ്ട കാര്യമില്ല, അവൾക്ക് ഇവിടെ ആവശ്യത്തിനുള്ളതെല്ലാം ഇവിടെയുണ്ട്, അവൾ ഇങ്ങോട്ട് പോയി. ഇത് നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ അവളെ നിങ്ങൾ തന്നെ നിങ്ങളുടെ മകളെയൊക്കെ പോറ്റിയാൽ പോരായിരുന്നു എന്ന് ഞാൻ ചോദിച്ചതാ. അപ്പൊ പലയിടത്തും പ്രശ്നം ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്, ഈ ഒരു രീതിയിൽ. അല്ല, നീ അവളെ കൊണ്ടങ്ങ് വിട്ടാറാ, എന്തിനാ അവളെ, നിനക്കിപ്പം ഇനി ആലോചിച്ചാലും നിനക്ക് പെണ്ണുങ്ങൾ കിട്ടും. ഇങ്ങനെയൊന്നും അല്ല മക്കളുടെ ഇടയിലുള്ള ഒരു പ്രശ്നം ഉണ്ടായാൽ തന്നെ അത് മാതാപിതാക്കളുടെ ഇടപെടേണ്ടതും പരിഹരിക്കേണ്ടതും. അല്ല ജോർജേട്ടാ, പ്രശ്നങ്ങൾ ഉണ്ടാവും, കപ്പിൾസിന്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കില്ല. പാരൻസ് ഇൻവോൾവ് ചെയ്യുമ്പോഴേ അവർ തമ്മിൽ, കപ്പിൾസ് തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇൻവോൾവ് ചെയ്യുമ്പോൾ എപ്പോഴും സംഭവിക്കണം, പാരൻസിന്റെ ഫാമിലി ലൈഫായിട്ട് കമ്പയർ ചെയ്തായിരിക്കും അവർ അത് അനലൈസ് ചെയ്യണത്. അപ്പോൾ ആ മക്കളുടെ ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ഒരു യുണീക്കാണ്. അപ്പോൾ എപ്പോഴും അത് താരതമ്യപ്പെടുത്തിക്കൊണ്ടായിരിക്കും പാരൻസ് ഡയറക്റ്റ് ഇൻവോൾവ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. നമ്മൾക്ക് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തേക്കും മോറലി സപ്പോർട്ട് ചെയ്യാം, ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാം, പക്ഷെ ആ പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കേണ്ടത് കപ്പിള് തന്നെയായിരിക്കണം. അവർ തമ്മിലൊന്ന് ഇരിക്കാനും അവർ തമ്മിലൊന്ന് സംസാരിക്കാനും. പിന്നെ ഞാനെപ്പോഴും എനിക്ക് വരുന്ന കോൾസിൽ ചിലപ്പം ആദ്യ കാലങ്ങളിലുള്ള കപ്പിൾസ് ആണെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു 5 വർഷം ടൈം മിനിമം പിടിക്കും പരസ്പരം ഒന്ന് മനസ്സിലാക്കാനായിട്ട്. അപ്പൊ ആ ഒരു ടൈം വരെ ആ ഒരു പെൺകുട്ടി പറിച്ചു നടപ്പെട്ടു, 2 ഡിഫറെന്റ് ഒരു കൾച്ചറിൽ നിന്ന് ഇങ്ങോട്ട് ഒരുമിച്ച് വരുന്നു. അപ്പോൾ ഒരു മിനിമം ഒരു 5 വർഷം സമയം പിടിക്കും നിങ്ങൾക്ക് അങ്ങോട്ട് ഈ വീടുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടും മനസ്സിലാക്കാനായിട്ടും. അപ്പോൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആ ഒരു സമയം മനസ്സിലാക്കാനായിട്ടുള്ള ഒരു പീരീഡിൽ. പിന്നെ ഒരു നിർഭാഗ്യവശാൽ ചില കപ്പിൾസെങ്കിലും ആ മനസ്സിലാക്കണ സമയം ഉണ്ടല്ലോ, അടിച്ചുപിടി, ആ ഒരു വഴക്കിടണ ആ ഒരു ടൈമിൽ കുഞ്ഞുങ്ങളും ജനിക്കും. അതുകൊണ്ടാണ് ഇത് കുടുംബത്തിൽ നിന്നാണ് ഈ ഫോർമേഷൻ ആദ്യമേ കിട്ടേണ്ടതെന്ന് പറയണത്. വിവാഹത്തിന് മുൻപ് ഈ ഫോർമേഷൻ കിട്ടണം, ആ ഒരു ഇതിലോട്ട് ഓറിയന്റ് ചെയ്യണം എന്നുള്ളത്. അപ്പനും അമ്മയും ആകാനായിട്ടുള്ളവരാണ് നിങ്ങൾ എന്നുള്ള ആ ഒരു ഓറിയന്റേഷൻ കുടുംബത്തിൽ നിന്നേ കിട്ടണം. ആ ഒരു വിവാഹ ജീവിതത്തിന് ഒരുങ്ങണ സമയത്ത് ഇതെല്ലാം ഒന്ന് കണ്ടുകൊണ്ട് കാരണം അവർ 10 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഫോർമേഷനിലോട്ട് അവർക്ക് ആഗ്രഹം ഉണ്ടാവും കുറേ കാര്യങ്ങൾ. 10 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതെല്ലാം അടിച്ചു പിടിച്ചു കഴിഞ്ഞാൽ അവർ നല്ല സ്നേഹത്തിലായിട്ടുണ്ടാവും. പക്ഷേ മക്കൾക്ക് കിട്ടിയെന്ന് അൺഡു ചെയ്യാൻ പറ്റത്തില്ലല്ലോ, തിരിച്ചെടുക്കാൻ പറ്റത്തില്ലോ പലതും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ മാതാപിതാക്കളോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ മക്കളോ, മാതാപിതാക്കളുടെ അപ്പനോ ഗ്രാൻഡ് പേരൻസോ ഒക്കെ ഇൻവോൾവ് ചെയ്ത് പ്രശ്നങ്ങളൊക്കെ അങ്ങ് പർവ്വതീകരിച്ചും മാറി താമസിക്കുകയൊക്കെ വരുമ്പോഴത്തേക്ക് ഇവരുടെ ഇടയിൽ എനിക്ക് റീസെൻ്റ്ലി ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് പെട്ടെന്ന് ഓർത്ത് തന്നെ കഴിഞ്ഞ ഞായറാഴ്ച ഞായറാഴ്ച കൗൺസിലിംഗ് വന്നൊരു കൊച്ചിനെ കൊണ്ട് വന്നു. അവൾ 21 വയസ്സായ കുട്ടിയാണ്. അപ്പോൾ അവളെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവളെൻ്റെ മുഖത്ത് പോലും നോക്കണില്ല, ഭയങ്കര ഗ്ലൂമി ആയിട്ട് താഴോട്ട് നോക്കിയിരിപ്പാണ്. ഞാൻ പറഞ്ഞു, മോളെ ഒന്ന് ഹലോ എന്നൊക്കെ വെച്ച് ഒന്നും ഓപ്പൺ ആവുന്നില്ല. ഞാൻ പതുക്കെ ചോദിച്ചു വന്നപ്പോഴത്തേക്ക് ഇതുപോലെ പറയാണ്, ഫാദർ യു നോ ഐ ആം ആൻ അൺവാണ്ടഡ് ബീയിങ്. My parents be separated when I was at the age of 8. And now I am 21. എന്നൊക്കെ പറഞ്ഞാൽ അവൾ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോറി പറയുകയാണ്. എനിക്കിപ്പോൾ 22 വയസ്സാകാറ്, 21 വയസ്സ് കഴിഞ്ഞു. 8ാം വയസ്സ് എൻ്റെ അപ്പനും അമ്മയും പിരിഞ്ഞ് അവരെന്നെ സെപ്പറേറ്റ് ആയി. അവരാണ് അൺവാണ്ടഡ് ബീയിങ് എന്നാണ്, അൺവാണ്ടഡ് ബീ ആ വാക്ക് അവൾ ഉപയോഗിച്ചത്. സോ എനിക്ക് ഇതാണ് ഈ വഴക്കുകളുടെ ഇടയിൽ നഷ്ടപ്പെട്ടു പോകുന്നത് ശരിക്ക് ഈ കുഞ്ഞുങ്ങൾക്കാണ്. പിന്നീട് നമുക്ക് കൗൺസിലിങ്ങിലൊക്കെ പോയി അപ്പനും അമ്മയും രക്ഷപ്പെട്ടു പോകും. പക്ഷേ കുഞ്ഞുങ്ങളുടെ മേലുണ്ടായിരുന്നു അൺഡു ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അല്ല, ഇങ്ങനെ ഒരു ഇതിനോട് അച്ഛൻ പറഞ്ഞത് നമ്മളെ ഞാൻ കേട്ടിട്ടുള്ളൊരു കഥയല്ല, ഒരു സംഭവമാണ്. എനിക്ക് നേരിട്ട് അറിയാവുന്നതല്ല, പറഞ്ഞു കേട്ട കഥയാണ്. ഒരപ്പൻ മകൻ്റെ കല്യാണത്തിൻ്റെ അന്ന് അവനെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് വിടുന്ന ആ സമയത്ത് അവൻ പറയുന്നത്, നീ ഇവളെ ഞാൻ നിൻ്റെ അമ്മയെ നോക്കിയതുപോലെ നീ ഇവളെ നോക്കിക്കോളും. ഒറ്റ ഉപദേശം അതിലെല്ലാം ഉണ്ട്. അതെ, പക്ഷെ ആ ഉപദേശം കൊടുക്കാൻ പാകത്തിന് അതിനുള്ള ചങ്കുറപ്പെന്നൊക്കെ നമ്മൾ പറയത്തില്ല. ഈയിടെ എവിടെയോ ഒരു പള്ളിയുടെ ബോർഡ് എഴുതിയിരിക്കുന്നുണ്ട്, പള്ളിയുടെ പേര് എഴുതിയിട്ട് താഴെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, താങ്കളെക്കുറിച്ച് ഉള്ള ചരമപ്രസംഗത്തിൽ
കള്ളം പറയാതിരിക്കാൻ പാകത്തിന് ജീവിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പാവപ്പെട്ട അച്ഛന്മാർക്കുള്ളൊരു തോന്നലായി പോയി. കാരണം ഇവർ കള്ളം പറയാൻ നിർബന്ധിതരാകുന്നൊരു പരിസ്ഥിതി എന്ന് പറഞ്ഞ പോലെ ഇതുപോലൊരു ഉപദേശം, ഞാൻ എൻ്റെ ഭാര്യയെ നോക്കിയതുപോലെ നീ ഈ പെങ്കൊച്ചിനെ നോക്കിക്കോണമെന്ന് പറയാൻ പാകത്തിനൊരു അപ്പനും അതുപോലെ തന്നെ തിരിച്ച് മകളോട് ഒരമ്മയ്ക്കും അങ്ങനെ തന്നെ പറഞ്ഞു കൊടുത്തു വിടാനായിട്ട് പറ്റുന്ന ഈ ഒരു കുടുംബം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മേരി പറഞ്ഞ സ്റ്റഡി ക്ലാസ് അതാണ്. നിങ്ങളുടെ മക്കൾക്കുണ്ടായ നല്ല വശം പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു മറുവശം ആലോചിക്കുകയാണ്. എനിക്ക് ഏറ്റവും നന്നായിട്ട് അടുത്തറിയാവുന്നൊരു കുടുംബമാണ്. അപ്പോൾ അവിടുത്തെ മകൻ ഏകദേശം എൻ്റെ പ്രായമൊക്കെ ഉള്ള അവൻ എന്നോട് പറഞ്ഞ സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് അവന് ബാല്യത്തിൽ അവൻ്റെ അമ്മേനെ ഒട്ടും തന്നെ ഇഷ്ടമില്ലായിരുന്നു, അവന് സ്വന്തം അമ്മേനെ. കാരണം എന്താണെന്നറിയാവോ, അവൻ്റെ അമ്മാമ്മയാണ് അവൻ ഏറ്റവും കൂടുതൽ ബാല്യത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തത്. അപ്പൻ്റെ അമ്മ എപ്പോഴും ഇവനോട് ഇവൻ്റെ അമ്മയെ പറ്റിയും അമ്മയുടെ വീട്ടുകാരെ പറ്റിയും പറയാവുന്ന സകല മോശ കാര്യങ്ങളും പറഞ്ഞ് ഇവൻ്റെ കുഞ്ഞുനാൾ മുതൽ അമ്മയെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പിക്ചറാണ്. കൊള്ളരുതാത്ത ഒരാൾ, ക്വാളിറ്റി ഇല്ലാത്ത ഒരാൾ, ഒരു അങ്ങനത്തെ നെഗറ്റീവ് പിക്ചർ. അതുകൊണ്ട് പറയാണ് ഞാനൊരു 18 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് എൻ്റെ അമ്മേനെ സ്നേഹിക്കാൻ മുൻ തുടങ്ങിയത്. അതുപോലെ ഇവൻ്റെ മനസ്സിലൊരു അവേർഷൻ, അമ്മ എന്ന് പറയുന്നത് അമ്മ ഇത് ഇങ്ങനെയൊക്കെ അല്ലേ, അമ്മയുടെ വീട്ടുകാരൊക്കെ എനിക്കറിയാം എന്ന രീതിയിലാണ് ഇവൻ പ്രതികരിക്കുന്നത്. ശരിക്കും എന്തൊരു വലിയ ദുരന്തം നോക്കി ഈ വലിയ ഗ്രാൻഡ് പേരൻസ് കൊടുക്കുന്ന ഈ ബന്ധങ്ങൾ മൂലം. അതെ, അച്ഛനാ പറഞ്ഞുകൊണ്ട് വന്ന ആ സബ്ജക്റ്റ്, അതായത് ഗ്രാൻഡ് പേരൻസ് കുഞ്ഞുങ്ങളിലേക്ക് പകർത്തി കൊടുക്കുക. ഇവിടെ നമ്മളൊരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണേ, പലപ്പോഴും അമ്മയേക്കാളോ അപ്പനേക്കാളോ അറ്റാച്ച്മെൻറ്റ് പിള്ളേർക്ക് ഈ ഗ്രാൻഡ് പേരൻസിനോട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരുമിച്ച് ജീവിച്ചത്. അത് നല്ല കാര്യവുമാണ്, മോശമായ കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പൻ അടിക്കാൻ വരുമ്പോൾ അല്ലെ അപ്പം വഴക്ക് പറയുമ്പോൾ ഇവർ കയറി പിടിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും മധുരം ഉള്ളതോ കൊടുക്കുന്നു, കഥ പറഞ്ഞു കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ളത്. ഇത് വളരെ നല്ല കാര്യമാണത്. പക്ഷേ ഈ നല്ല കാര്യം നല്ലതിനു വേണ്ടി ഉപയോഗിക്കണം. ഈ പറഞ്ഞതുപോലെ അപ്പനെയോ അമ്മയോ എതിരെ ഇത് ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറയുകയാണ്, അങ്ങനെ കൊടുക്കുമ്പോൾ പിള്ളേർക്ക് കുഴപ്പമുണ്ടാകുമെന്ന് മാത്രമല്ല, ഇപ്പം അച്ഛൻ പറഞ്ഞ കഥാപാത്രത്തെ തന്നെ എൻ്റെ അടുത്ത് കിട്ടാമെങ്കിൽ ഞാൻ വേറൊരു കാര്യം പറഞ്ഞ് തെളിയിക്കാൻ പറ്റും. ഇത്ര കഴിയുമ്പം ഈ പിള്ളേർ മനസ്സിലാക്കും അവൻ്റെ അപ്പനെ അമ്മയാണ് ശരി. ഈ അന്നേരം ഇവരെ കുറിച്ച് എന്തായിരിക്കും അവൻ ചിന്തിക്കാൻ പോകുന്ന ജീവിതം മുഴുവൻ. അപ്പം അതോർത്താൽ അവർക്ക് പോലും ഗുണമല്ല ഉണ്ടാകാൻ പോകുന്ന ഒരു ഇങ്ങനെ ഒരു വല്ലാത്തൊരു തള്ള ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ഈ പയ്യൻ പറയാൻ പിന്നീട് സാധ്യതയുണ്ട്. എന്നെ അമ്മയിൽ നിന്ന് എന്നെ തെറ്റിച്ച, എൻ്റെ അപ്പനിൽ നിന്ന് എന്നെ തെറ്റിച്ച വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇത് പറഞ്ഞപ്പോഴേ ഒരു കാര്യം ഞാൻ ചിന്തിക്കായിരുന്നു. മേരി ആദ്യം പറഞ്ഞില്ല ഇങ്ങനെ കുടുംബത്തിൽ നിന്ന് തന്നെ പഠിക്കണമെന്നുള്ളത്, കല്യാണത്തിന് മുമ്പേ പഠിക്കണം. ശരിക്കും എല്ലാ കുടുംബങ്ങളിലും ഈ അപ്പൻ അമ്മ ഒരു സൈഡ് ഉണ്ട്. ഇപ്പൊ അമ്മയുടെ അപ്പൻ മക്കളെ അപ്പൻ്റെ പക്ഷത്തിലാക്കാൻ നോക്കും അമ്മ. പക്ഷെ ഇവര് തമ്മിലൊരു ഒരു കെമിസ്ട്രി, അതായത് അവര് തമ്മിൽ ഒരിക്കലും അവർക്കൊരു സെപ്പറേഷൻ ഇല്ല. ഈ ഒരു മെസ്സേജ് ആദ്യമേ കിട്ടുകയാണെങ്കിൽ ശരിക്കും അതാണ് ഒരു ബാലപാഠം തോന്നുന്നു, അല്ലേ? ഒരു അതെ ഗ്രൂപ്പിസം ഉണ്ടാക്കുക എന്നുള്ളതല്ല വാസ്തവത്തിൽ. അവരൊന്നാണ്, ഒറ്റ ഗ്രൂപ്പേ അവിടെയുള്ളൂ. അത് പിള്ളേർക്ക് എപ്പോഴും വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പനോട് പറഞ്ഞ് നോ കിട്ടിയ ഒരു കാര്യം അമ്മയുടെ നിന്ന് യേസ് കിട്ടാൻ പോകുന്നില്ല. അതുപോലെ തന്നെ അമ്മയുടെ നിന്ന് നോ കിട്ടിയാൽ ഇനി അപ്പൻ്റെ നിന്ന് രക്ഷയൊന്നുമില്ല. ഇവർ രണ്ടും ഒന്നാണെന്നുള്ള ഇത് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ പല പ്രാവശ്യം പല എപ്പിസോഡിലെ ആശയം ഞാൻ പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. ഇത് മക്കൾ വിവാഹിതരാകുമ്പോൾ അവർക്ക് മനസ്സിലാകും നമ്മളിവിടെ ഗ്രൂപ്പ് ഉണ്ടാക്കുകയല്ല, ഞങ്ങളൊരു ഗ്രൂപ്പാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്കൊന്ന് ആ ഒരു രീതിയിലുള്ള ഒരു ഉപദേശം നമ്മൾ കൊടുക്കേണ്ടത്. ഈ ഗ്രാൻഡ് പേരൻസിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഞാനത് പറയാൻ മാത്രം പ്രായമൊന്നും ഇല്ലെങ്കിലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഗ്രാൻഡ് പേരൻസിനെ കവച്ച് വെച്ചിട്ട് ഫോർമേഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരെ സഹായിക്കാനുള്ള ഫോർമേഷനാണ് കൊടുക്കേണ്ടത്. തീർച്ചയായും. കാരണം ചില സന്ദർഭങ്ങളിലെങ്കിലും ഒക്കെ കൗൺസിലേഴ്സൊക്കെ പറയാറുണ്ട്, ഒറ്റ മക്കളുള്ളവരോട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിങ്ങൾ പോയി മാറി താമസിച്ചോളെ. ഒറ്റ മക്കൾ, ഒരു മകൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അവരെ കല്യാണം കഴിഞ്ഞ് വളരെ ചുരുക്കം കാലത്തിന് ശേഷം പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഒരു കൗൺസിലർ തന്നെ പറഞ്ഞാണ്, വളരെ സ്പിരിച്വൽ കൗൺസിലർ പറഞ്ഞാണ്, നിങ്ങൾ മാറി താമസിച്ചോ. നാട്ടുകാരൊക്കെ നോക്കുമ്പോൾ എന്നാന്നറിയാമോ, അവൻ പെണ്ണ് കെട്ടിയിട്ട് അവളുടെ ഇഷ്ടത്തിന് പോയി മാറി താമസിച്ചു, ഉപേക്ഷിച്ചു. പക്ഷെ കേസ് അതല്ല. വിവാഹം എന്ന കൂതാശയും അവരുടെ കുടുംബജീവൻ തകരാതിരിക്കാൻ ഇതേ ഏക ഓപ്ഷൻ ഉള്ളൂ. തെറ്റിദ്ധരിക്കരുത്, അന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാകുമ്പോഴേ പോയി മാറി താമസിക്കാനുള്ള ഒരു പ്രോത്സാഹനമായിട്ട് പറഞ്ഞതല്ല. പക്ഷെ ചിലപ്പോഴെങ്കിലും ഈ മാറി താമസമൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അച്ഛാ, ഞാനേ ചില സമയത്ത് മേരി ഫോണിൽ ആരെങ്കിലും കൗൺസിൽ ചെയ്യാൻ വിളിക്കുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ ഓവർ ഹിയർ ചെയ്യണമാണ്. അപ്പം മേരി പറയും, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, അമ്മേനെ കുറച്ച് ദിവസത്തേക്ക് വിളിക്കാണ്ടിരിക്കും, കുറച്ച് നാളത്തേക്ക് വിളിക്കാണ്ടിരിക്കും. അപ്പം ഞാൻ ഫോൺ വെച്ച് കഴിയുമ്പോഴത്തേക്കും മേരിയുടെ അടുത്തേക്കും, മേരി എന്ത് വർത്താനോ പറഞ്ഞ അമ്മേനെ വിളിക്കരുതെന്ന് പറഞ്ഞ, അല്ലാണ്ട് എന്ത് ചെയ്യും? ആ വിളിച്ച പ്രശ്നമാണ്.
കാരണം വിളിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കാര്യങ്ങൾ കേട്ടിട്ട് നെഗറ്റീവായിട്ടാണ് ഈ കുട്ടീനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വളരെ റിയലിസ്റ്റിക് ആണ്. കാരണം രാവിലെ ചിലപ്പോൾ ജോലിക്കൊക്കെ പോയിരിക്കുന്ന പെൺമക്കളൊക്കെ ആണെങ്കിൽ കെട്ടിച്ചിട്ട് വീട്ടിൽ നിന്ന് ഭർത്താവൊക്കെ പോയിക്കുമ്പോൾ ഫോൺ വിളിച്ച് മണിക്കൂറോളം അമ്മയ്ക്ക് A-Z കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക. അമ്മയാണ് ഇവിടുന്ന് ഗൈഡ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നത്. അതൊക്കെ ഭയങ്കര ഒരു ദുരന്തം തന്നെയാണ് സംഭവിക്കപ്പെടുന്നത്. നേര് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മക്കൾക്ക് ഇപ്പോൾ ഇതുപോലെ ഫോണിൽ കൂടെ ഉപദേശം കൊടുക്കുക, അവരെ ഗൈഡ് ചെയ്യുക, എന്തൊരു ഒരു വൈകല്യം അതിനകത്തുള്ളതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കാരണം ഞാൻ വിവാഹിതനായ കാലഘട്ടമല്ല അതാണ് എൻ്റെ മക്കൾ വിവാഹിതരാകുന്ന കാലഘട്ടം. ഞാനിപ്പോൾ നല്ല ഭംഗിയായിട്ട് ഓർക്കുന്നുണ്ട്. ഞാൻ പോയി പെണ്ണ് കണ്ടിട്ട് വന്നിട്ട് പിന്നീട് എൻ്റെ ഭാര്യയുടെ മുഖമോ സ്വരമോ എനിക്ക് കിട്ടുന്നത് ഒത്തുകല്യാണത്തിനാണ്. ഈ ഒത്തുകല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ ഭാര്യയുടെ മുഖം ഞാൻ കാണുന്നത് കല്യാണത്തിനാണ്, സ്വരം കേൾക്കുന്നത് കല്യാണത്തിനാണ്. കാര്യം ലാൻഡ് ഫോണുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നിന്നുകൊണ്ട് ഞാനോ എൻ്റെ ഭാര്യയോ എൻ്റെ മക്കളെ ഉപദേശിച്ചാൽ എങ്ങനെയാ ശരിയാകുന്നത്? കാലമാകെ മാറിപ്പോയി, എല്ലാ വിധത്തിലും മാറിപ്പോയി. അപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് അവർക്ക് എനിക്ക് തോന്നുന്നു ഒരു പ്രയോറിറ്റി സെറ്റ് ചെയ്യാനായിട്ട് പിള്ളേർക്ക് കൊടുക്കുക. അത് ഒരു 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 ഹൈറാർക്കിയൽ, ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു ഹൈറാർക്കിയൽ സിസ്റ്റം, ഇതൊക്കെ നമുക്ക് പിള്ളേർക്ക് കൊടുത്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ അവരത് ഉചിതമായിട്ട് അവരുടെ സർക്കംസ്റ്റാൻസിൽ അവരത് ഇൻഫോഴ്സ് ചെയ്യുക. അല്ലാതെ ഈ കാപ്പിക്ക് മധുരം എത്ര ഇടേണ്ടത് എന്ന് പറയുന്നത് കൃത്യം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ആ രീതിയാണ് ഏറ്റവും അതാണ് ഈ ടെലിഫോണിക് ഇൻസ്ട്രക്ഷൻസ് എപ്പോഴും. അത് വലിയൊരു അത് ഞാൻ പറയാതെ അങ്ങനെയുള്ള ടെലിഫോണുകളങ്ങ് മേരി പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞ പോലെ കട്ട് ചെയ്തേക്കുക, ഒഴിവാക്കുക മാത്രമേ പലപ്പോഴും മാർഗമുള്ളൂ. അത് ചിലപ്പം ശരിയാണോ നമ്മൾ ആലോചിച്ചു പോകും, അപ്പനോട് അല്ലെ അമ്മയോട് സംസാരിക്കരുതെന്ന് പറയാമെന്ന്. പക്ഷേ ഇത്തരത്തിലാണ് പോകുന്നതെങ്കിൽ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അത് ചിലപ്പോൾ അത് ചെയ്യേണ്ടി വരും. അല്ലെ കുടുംബം ഉദാഹരണം ഞാൻ പറഞ്ഞത് ഞാൻ ഇപ്പോൾ ഓർക്കുക, എൻ്റെ മക്കൾ രണ്ടുപേര് വിവാഹിതരായി. രണ്ടുപേരും വിവാഹിതരായി പോകുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്ത് മിക്കവാറും ആ ഒരാഴ്ചക്കകത്ത് തന്നെ ആയിരിക്കാം ഒത്തു കല്യാണത്തിനൊക്കെ വിവാഹം എല്ലാം ഉറപ്പിച്ച ഞാൻ അവരെ ഞാനും ഭാര്യയും കൂടെ ഇരിക്കെ അവരെ ഒറ്റയ്ക്ക്, മറ്റ് സഹോദരങ്ങളെ ഒഴിവാക്കി അവരെ ഒറ്റയ്ക്ക് വിളിച്ച് ചില കാര്യങ്ങളൊക്കെ കുടുംബജീവിതത്തെക്കുറിച്ച് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. നമ്മുടെ സ്റ്റഡി ക്ലാസ് നമ്മൾ എടുത്തു കൊടുക്കും. ഇത് നമ്മൾ ആദ്യം ഇവിടെയൊന്നും ഇത് ഇങ്ങനെ ചെയ്യണം ഇന്നത് ചെയ്യണ്ട എന്നൊന്നും അല്ല പറയുന്നത്. അവരെ കയറി നീ അന്നേരം അത് തേമ്പിയാക്കണമെന്നൊന്നും അല്ല പറയുന്നത്. ചില സാധ്യതകളും ചില പ്രയോറിറ്റി സെറ്റ് ചെയ്യുക. ഉദാഹരണം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം, മോളെ ഇത്രാം തീയതി അല്ലേ വിവാഹം, അല്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ച അല്ലേ ഞായറാഴ്ച അല്ലേ കല്യാണം. അന്ന് മുതൽ എൻ്റെ ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട മാറ്റം വരിക. ആ മാറ്റം ഇതാണ്, ദൈവം കഴിഞ്ഞാൽ നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി നിൻ്റെ ഭർത്താവാകുകയാണ്. പെൺമക്കളെ എനിക്കുള്ളത് രണ്ടുപേരെയും കല്യാണം കഴിപ്പിച്ചു വിടുക. രണ്ടുപേരോടും പറഞ്ഞിട്ടുള്ളത് ഭർത്താവാണ് നിൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ വ്യക്തി. ദൈവം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വ്യക്തി അതാണ്. അപ്പോൾ ഏറ്റവും വലുതായിട്ട് നീ നോക്കേണ്ടത് ഈ റിലേഷൻഷിപ്പിനെ പോഷിപ്പിക്കുക എന്നുള്ളതാണ്. ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ് കഴിഞ്ഞാൽ പിന്നെ ഈ റിലേഷൻഷിപ്പ് പോഷിപ്പിക്കാൻ നീ എന്ത് ത്യാഗവും എന്ത് നഷ്ടവും സഹിക്കാൻ തയ്യാറാകണം. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, രണ്ടാമത് നിങ്ങൾക്ക് ആരോടാണ് നിനക്ക് ആരുടെ ഏത് റിലേഷൻഷിപ്പാണ് അല്ലെ ആർക്ക് വേണ്ടിയിട്ടാണ് നീ ബലിയാകേണ്ടത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ. അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ രണ്ടാമത്തെ കാര്യം. പക്ഷെ അന്നേരം ഞാൻ പറയും, കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ നിൻ്റെ ഭർത്താവിനെ നീ മറക്കരുത്. അല്ലെ ഭർത്താവിന് സ്വാഭാവികമായിട്ടൊരു പുതിയ അതിഥി വന്ന നിലയിൽ നമ്മൾ ഒത്തിരി ശ്രദ്ധ അങ്ങോട്ട് വരും. അങ്ങനെ ശ്രദ്ധ വരും, അത് സ്വാഭാവികമാണ്. പക്ഷെ അങ്ങനെ വരുമ്പോഴും ഈ ഒരാളുണ്ട് എന്നുള്ളത് മറക്കരുത്. എൻ്റെ പ്രയോറിറ്റിയിൽ ആദ്യ സ്ഥാനം കൊടുക്കേണ്ട ആളാണ് എന്നുള്ളത് മറക്കാതിരിക്കുക. മൂന്നാമതൊരു സ്ഥാനം ഏതാണെന്ന് വെച്ചാൽ നിൻ്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കളാണ്. അവരെയാണ് നീ ഇനി കാണേണ്ടത്. ഇതും കഴിഞ്ഞാണ് മക്കളെ ഞങ്ങളെ കാണേണ്ടത്. നിൻ്റെ അപ്പനും അമ്മയും ഞാനും ഞങ്ങൾ അത് കഴിഞ്ഞ് അവരുടെ പുറയിലത്തെ ഒരു സീറ്റാണ് ഇത്. പക്ഷേ ചിലപ്പോൾ ചില പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ അന്നേരം തന്നെ ഞാൻ ഓർക്കാറുണ്ട്, ചില പ്രത്യേക എൻ്റെ പോലെയുള്ള പെൺമക്കൾ മാത്രമുള്ള സാഹചര്യത്തിൽ ഒരുപക്ഷെ ഒരു ഈക്വൽ നോട്ടം ഇപ്പുറത്തോടെ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ശരിയാകാതെ വരാം. പക്ഷെ ഞാനൊരിക്കലും എൻ്റെ കുഞ്ഞുങ്ങളോട് അത് പറഞ്ഞില്ല. ഇപ്പം പൊതുവെ പറയുമ്പോൾ ഞാൻ പറയുകയാണ് അങ്ങനെ ഒരു സാധ്യതയുണ്ട്. പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഭർത്താവിൻ്റെ മാതാപിതാക്കൾ കഴിഞ്ഞുള്ള സീറ്റാണ് ഞങ്ങൾക്ക്. ഇത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കി ഭർത്താവിൻ്റെ ബന്ധുക്കളും ചേട്ടനനിയന്മാർ പെങ്ങന്മാർ അല്ല ഇവളുടെ തന്നെ ചേർത്തി അനിയത്തിമാർ അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ ഇതിന് പുറേ. ഈ ഒരു സിസ്റ്റം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ രാവിലെ ഭർത്താവിന് പുള്ളിക്ക് ചായയല്ല ഇഷ്ടം, കാപ്പിയാണ് ഇഷ്ടം, എനിക്ക് ചായയാണ് ഇഷ്ടം. ഓക്കെ, നമ്മൾ എന്നാ ചെയ്യണം? അല്ലെങ്കിൽ അപ്പനൊരിഷ്ടം, അമ്മയ്ക്കൊരിഷ്ടം, ഭർത്താവിനൊരിഷ്ടം. നമുക്ക് ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു പ്രത്യേക സാഹചര്യം കൂടെ ഒന്നേ എന്ത് ചെയ്യണം? വ്യക്തമാണ് ഇൻസ്ട്രക്ഷൻ. അത് ഫോണിൽ കൂടെ വിളിച്ച് അന്നേരം ചോദിക്കേണ്ട കാര്യമൊന്നും മനസ്സിലായി.
അതനുസരിച്ച് ഉചിതമായ ഒരു സൊല്യൂഷനിലേക്ക് അവരെത്തും. നമ്മൾ ഓർക്കുന്ന പോലെ ഒരു നല്ല സംഭവം ജീവിതം എന്ന് പറയുന്നത് സൊല്യൂഷൻസിലൂടെ കടന്നു പോകുക എന്നുള്ളതല്ല, സൊല്യൂഷൻസ് ഉണ്ടാക്കിയെടുക്കുന്നതിലാണ് ജീവൻ. ഒരാളുടെ സൊല്യൂഷൻ വേറെ ആൾക്ക് ആപ്ലിക്കബിൾ പാരന്റിങ് പോലെ തന്നെ ആ സൊല്യൂഷൻ ഉണ്ടാക്കുന്നതിലൂടെയാണ് ജീവിതം ഉണ്ടായി വരുന്നത്. പലപ്പോഴും ഭർത്താവിൻ്റെ ഇഷ്ടം, ഞാൻ തന്നെ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, ഞാനും ഭാര്യയും കൂടെ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ നാളുകൾ കുറച്ച് സിനിമ കാണാൻ പോയായിരുന്നു. അതൊരു വാശി പോലെ സിനിമ കാണാൻ പോയത്. കാരണം ഞാൻ ധ്യാനഗുരു ആയതുകൊണ്ട് സിനിമയ്ക്ക് കൊണ്ടുപോയാലും എൻ്റെ ഭാര്യയോട് ആരാണ്ടോ പറഞ്ഞിപ്പിച്ചത്. അപ്പോൾ അതൊന്ന് തിരുത്തി കുറിക്കാൻ വേണ്ടിയിട്ട് മടുക്കുന്നണം വരെ സിനിമ മതിയെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ പോക്കിനിടയ്ക്ക് ഞാൻ ഓർക്കാറ്, ഞാൻ വളരെ ഫാസ്റ്റായിട്ട് പറയുന്ന പോലെ തന്നെ ഫാസ്റ്റായിട്ട് നടക്കുക എല്ലാം ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ ഞാനന്ന് ഇങ്ങനെ ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞ് ഞാനങ്ങ് പോവുകയാണേ. കുറച്ച് ഞാൻ മൂളൽ കേൾക്കാതെ വന്നപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴാണ് പുറയിലൊരു പുള്ളി തുഴയുന്നേ ഉള്ളു. ഞാൻ പറഞ്ഞു വന്നതെന്നു വെച്ചാൽ ഇവിടെ ഞങ്ങൾ തമ്മിൽ വ്യത്യാസമാണ്. ഇവിടെ ഇങ്ങനെ ഒരു പെണ്ണിനെ കൊണ്ട് ഞാൻ ഉണ്ടാകണം അമ്മച്ചി എന്ന് പറഞ്ഞാൽ ഞാൻ അമ്മയ്ക്ക് ഫോൺ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്, അല്ലെ അപ്പന് ഫോൺ ചെയ്ത് ചോദിച്ചൊക്കെ പ്രശ്നമാണ്. അതല്ല ഞാൻ ചെയ്യേണ്ടത്. ഞാൻ പെട്ടെന്ന് ഓർന്ന് കണ്ടല്ലോ, ദൈവമേ ഞാൻ ഈ പഴയ പോലെയല്ല, ഞാൻ എന്നെ തന്നെ ഞുള്ളിക്കൊണ്ട് പറഞ്ഞിടാ, നീ പെണ്ണ് കെട്ടി, നിന്റെ കൂടെ ഒരു പെണ്ണുണ്ട്, നീ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം എന്നോട് തന്നെ ഞാൻ പറയാം. പിന്നെ ഞാൻ എൻ്റെ സ്റ്റെപ്പുകൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. കാരണം എനിക്കറിയാം സ്പീഡിൽ പോകുന്നയാളിന് വേണമെങ്കിൽ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും, പക്ഷെ സ്ലോയിൽ മാത്രം പോകുന്ന ഒരാളിന് സ്പീഡപ്പ് ചെയ്യുന്നത് അത്ര എളുപ്പമല്ല. അപ്പോൾ ഞാൻ അവസാനം ഞാൻ പറയാണ്, അവളിങ്ങനെ തുഴഞ്ഞു വരുന്നതും ഞാനിങ്ങനെ സ്ലോ ആകുന്നതും രണ്ടും കൂടെ ചേർന്ന് ഞങ്ങളുടെ സ്നേഹം വർദ്ധിപ്പിക്കുക. കാരണം എനിക്ക് വേണ്ടിയാണല്ലോ പുള്ളി നിൽക്കുന്നത്, അവൾക്ക് വേണ്ടിയാണല്ലോ ഞാൻ ഇങ്ങനെ ഒരു ബന്ധത്തെ കൂടുതൽ. ഞാൻ പറഞ്ഞ സൊല്യൂഷൻ വേറൊരാൾ പറഞ്ഞു കൊടുക്കുന്ന സൊല്യൂഷൻ അനുവർത്തിക്കുകയല്ല, നമ്മൾ തന്നെ ആ സൊല്യൂഷൻ കണ്ടെത്തി അങ്ങോട്ട് പോകുമ്പോൾ അത് ഈ ബന്ധത്തെ കൂടുതൽ സുദൃഢമാക്കി തീർക്കും. അല്ലാതെ നമ്മൾ റെഡിമെയ്ഡ് ആപ്പ് ഉടനെ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതല്ല, അല്ലെ അമ്മയും അപ്പനും ആപ്പുകൾ ഉണ്ടാക്കി വെച്ച് പിള്ളേർക്ക് കൊടുക്കുകയല്ല. ദേ ഹാവ് ടു മേക്ക് ദെയർ ഓൺ ആപ്പ്, എന്നിട്ട് അവർ ഉപയോഗിക്കുക, അതേ ഉള്ളൂ. ഇത് പറഞ്ഞു വരുമ്പോഴത്തേക്ക് ദയവ് ഇത് കേട്ടുകൊണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കരുത് ഇനി മുതൽ മക്കളുടെ ജീവിതത്തിൽ ഇടപെടാതിരിക്കാനുള്ള വൺ ഇൻസ്ട്രക്ഷൻസിന്റെ പെരുന്നാളാണ് ഇവിടെ. അങ്ങനെയൊന്നുമല്ല, മറിച്ച് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട്. കാരണം മാതാപിതാക്കൾക്കുള്ള വിസ്റ്റം പുത്തൻ മക്കൾക്കില്ല. ചില കേസുകൾ ഇടപെട്ട് അതെ, അവരുടെ ജീവിതാനുഭവങ്ങൾ ഇല്ല. പക്ഷേ എവിടെ വരെ ഇടപെടണം എന്നുള്ളതാണ്. വളരെ പോസിറ്റീവായിട്ട് ഇടപെട്ട് ഒത്തിരി മക്കളുടെ ജീവിതം രക്ഷിച്ച മാതാപിതാക്കളുണ്ട്. ഞാൻ ചെറിയൊരു ഉദാഹരണം ഓർക്കുന്നുണ്ട്. ഒരു ടീച്ചറിന് 4-5 മക്കളുണ്ട്. അപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഭർത്താവിൻ്റെ അമ്മയ്ക്ക് അൽഷിമേഷ്യസ് ആണ്. ഭർത്താവിൻ്റെ സഹോദരൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് വീട്ടിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്. കാരണം വീട് സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അമ്മയും മക്കളും തിരിച്ചു വരുമ്പോൾ വീട് നരകം പോലെ എടുത്ത് തിരിച്ചു എല്ലാം അടിച്ചു വാരി തകർത്തിട്ടേക്കുക. പിന്നെ ഒന്നേന്ന് തുടങ്ങണം. ടീച്ചർ പിറ്റേ ദിവസം ക്ലാസ്സിൽ പോകണം, പ്രിപ്പയർ ചെയ്യണം, മക്കളെ റെഡിയാക്കണം, ഭക്ഷണം ഉണ്ടാക്കണം. ആകെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തന്നെ ടീച്ചർ തീരുമാനിച്ചു ഒരു കാര്യം ചെയ്യും, ഭർത്താവിനോട് പറയുകയും ചെയ്തു, ഞാനും മക്കളും കൂടി സ്കൂളിനടുത്തുള്ള ഒരു അപ്പാർട്ട്മെന്റ് എടുത്ത് താമസിച്ചോളാം, നിങ്ങളിവിടെ അമ്മേനെയും ചേട്ടനെയും ചേച്ചിനെയൊക്കെ നോക്കി ഇവിടെ ജീവിച്ചോളാൻ പറഞ്ഞു. ഈ സമയത്താണ് ഈ സംഭവം ഇതേ പഞ്ചിൽ ചെന്ന് അമ്മയോടും പറഞ്ഞു. അമ്മ പറയാണ്, മോളെ നീ ഇവിടുന്ന് മാറി താമസിച്ചു, നീ അവിടെ ചെന്നു, പ്രശ്നങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ട് മോളെ, കുരിശ് ഓടി ഓടിക്കാവുന്ന പ്രശ്നമൊക്കെ എല്ലായിടത്തും ഉണ്ട്, നീ അവിടെ തന്നെ നിന്ന് അത് രക്ഷാകരമാക്കുക എന്നുള്ളതാണ് നിന്റെ വിളി. അഭിമുഖ്യം ഇതിന് സാധാരണ അമ്മ എന്ന് പറയും, അങ്ങനെയാണോ, പോലും നമുക്ക് പിറ്റേ ദിവസം വീടെടുത്തേക്കാന്ന് പറയാം. ഒരു സ്വാഭാവിക പ്രതികരണം അത് തന്നെയാണ് മകളും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. കാരണം ആരെങ്കിലും സപ്പോർട്ട് തന്നെയല്ലോ. പക്ഷേ ഈ ഒരു അമ്മയുടെ കുഞ്ഞു വാക്ക് ആ കുടുംബത്തെ ഭയങ്കര സ്വർഗമാക്കാൻ സാധിച്ചത് ഈ ടീച്ചർ വർഷങ്ങൾക്ക് ശേഷം പറയുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ അതാണ് ഇടപെടൽ. എവിടെ ഇടപെടണം, എങ്ങനെ ഇടപെടണം, പരിശുദ്ധാത്മാവ് പറയുന്ന പോലെ ഇടപെടണം. തമ്പുരാനോട് ചോദിച്ചിടപെടണം. മക്കൾ ചോദിച്ചാൽ പോലും പല കാര്യങ്ങളും ഉത്തരം കൊടുക്കാതെ അതിങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്താൽ നിങ്ങൾ തമ്മിൽ ഒന്നിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നിടത്താണ് ഏറ്റവും വലിയ വിവേകം വരുന്നത്. ഇപ്പം നമ്മൾ ഇവിടെ ഈ ചെറിയ ചർച്ച, മാതാപിതാക്കളുടെ ഇടപെടലുകൾ വിവാഹം കഴിഞ്ഞ മക്കളുടെ ജീവിതത്തിൽ എത്രമാത്രം വേണമെന്നുള്ള ചെറിയ ചർച്ചയുടെ പൂർത്തിയാവുകയാണ്. ഒത്തിരി കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്, പക്ഷേ നമുക്ക് സമയമില്ലാത്ത നിർത്തുകയാണ്. അപ്പോൾ നമുക്കൊരു നിമിഷം നമ്മുടെ കുടുംബത്തേക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒത്തിരി ഹീലിംഗ് വേണ്ട ഒരു മേഖലയാണിത്. ഒത്തിരി മുറിവുകൾ ഉണ്ടാകപ്പെട്ട മേഖലയാണ്. ഈവൻ മരിച്ചുപോയ അമ്മായിയമ്മയും ഒക്കെ ഓർത്ത് ഇപ്പോഴും ദേഷ്യത്തോടെ പറയുന്ന മക്കളെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒത്തിരി ഹീലിംഗ് വേണ്ട ഒരു മേഖലയാണിത്. നമുക്കൊന്ന് ചേർന്ന് കുടുംബം ഒന്ന് ചെയ്ത നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് അടുത്ത് നിന്നേ സാധിക്കുമെങ്കിൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപത്തിന് മുമ്പിൽ കുടുംബം ഒന്നിച്ച് നിൽക്കട്ടെ ഒരു നിമിഷം. ഈശോയുടെ മാധുര്യമായ തിരുഹൃദയമേ, ഞങ്ങളുടെ കുടുംബത്തെ മുഴുവൻ നിന്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം. കുറച്ച് വീഴ്ചകളും കുറച്ച് മണ്ടത്തരങ്ങളും കുറച്ച് കടന്നാക്രമണങ്ങളൊക്കെ ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഈ ഒരു മാതാപിതാക്കളുടെ ഇടപെടലുകൾ, പ്രത്യേകിച്ച് മാതാപിതാക്കളെ ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിക്കട്ടെ. ഞങ്ങൾ കൂടുതലായിട്ട് പരിശുദ്ധാത്മാവിനെ തന്ന് വെളിവിൻ്റെ ആത്മാവിനെ അയച്ചു തന്ന് വിവേകം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് മാതാപിതാക്കളൊക്കെ ഒന്ന് പ്രാർത്ഥിക്കട്ടെ.
ഏതെങ്കിലുമൊക്കെ നിമിഷത്തിൽ മക്കളുള്ള അമിതമായ സ്നേഹം കൊണ്ടൊക്കെ കൂടുതൽ ഇടപെട്ട് മക്കളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലൊന്ന് മാപ്പ് പറയാനൊക്കെ സാധിക്കുമെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ മാതാപിതാക്കളുടെ ഇടപെടലുകളെ കൊണ്ട് തകർന്നു പോയ ഒത്തിരി മുറിവേറ്റ മക്കളൊക്കെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മരുമക്കളൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒത്തിരി വെറുപ്പോടെയൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സാധിക്കുമെങ്കിൽ ഒന്ന് മാപ്പ് കൊടുക്കാനും മാപ്പ് ചോദിക്കാനൊക്കെ ഇത് വലിയൊരു അനുഗ്രഹത്തിന് നിമിഷങ്ങളാക്കി മാറ്റട്ടെ. പ്രത്യേകിച്ച് മക്കൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ മുറിവുകൾ ഗ്രാൻഡ് പാരൻസിലൂടെയൊക്കെ മാതാപിതാക്കളിൽ നിന്ന് അകന്നൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം മക്കളുടെ ഹീലിങ്ങിനെ കൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബം മുഴുവൻ പരിശുദ്ധാത്മാവ് പറന്നു നിൽക്കട്ടെ. പരിശുദ്ധാത്മാവിൽ നിന്ന് വിവേകത്താൽ നമ്മുടെ കുടുംബങ്ങൾ മുഴുവൻ നിറയട്ടെ. ആത്മാവ് നയിക്കുന്നിടത്തേക്ക് മാത്രം പോകട്ടെ. മനുഷ്യാത്മാവോ ദുരാത്മാവോ നമ്മുടെ കുടുംബത്തിൽ പ്രവർത്തിക്കാൻ ഇടവരാതിരിക്കട്ടെ. എല്ലാ വെറുപ്പിൻ്റെ ആത്മാവിനെ, വാശിയുടെ ആത്മാവിനെ, എല്ലാ ദേഷ്യത്തിൻ്റെ ആത്മാവിനെയൊക്കെ തമ്പുരാന്റെ നാമത്തിൽ ഈ നിമിഷം നമുക്ക് ബന്ധിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ ബന്ധങ്ങളും ഒരിക്കൽ കൂടി ഒന്ന് കൂട്ടിച്ചേർക്കപ്പെടട്ടെ, നവീകരിക്കപ്പെടട്ടെ. ഒന്ന് ചേർത്ത് നമുക്ക് ഈ നിമിഷം മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈശോയുടെ തിരുക്കത്തിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് ഈശോ മിശിഹായുടെ ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മക്കളും മരുമക്കളൊന്നും അടുത്തില്ലെങ്കിൽ സാധിക്കുമെങ്കിൽ ഫോണൊക്കെ എടുത്ത് മക്കളെയൊക്കെ ഒന്ന് വിളിക്കാനും അല്ലെങ്കിൽ മാതാപിതാക്കളെ വിളിക്കാനും ഒക്കെ ഒന്ന് സാധിക്കുമെങ്കിൽ ഈ രാത്രി ഒന്ന് ഉപയോഗിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആമേൻ.